പ്രിയമുള്ള സുഹൃത്തുക്കളെ, വഖഫ് ബില്ല് നിയമ ഭേദഗതിക്കെതിരെ കരുവാരകുണ്ടിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കരുവാരകുണ്ട് കിഴക്കേത്തിലാണ് പ്രതിഷേധ പ്രകടനം നടന്നത്. മുസ്ലിം ലീഗ് പ്രസിഡന്റ് എൻ ഉണ്ണിൻകുട്ടി, സെക്രട്ടറി എം കെ മുഹമ്മദ് അലി, എ കെ ഹംസക്കുട്ടി തുടങ്ങിയ ഒരുപാട് ആളുകൾ പങ്കെടുത്തു. നമുക്കതിൻ്റെ ചെറിയൊരു വീഡിയോ. നരേന്ദ്രമോദിയും അമിത്ഷയും ഇന്ത്യ എന്ന് പറയുന്ന മതേതര ജനാധിപത്യ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കി, തീവ്ര ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത് മനസ്സിലാക്കിയ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, ഖാർഗെയുടെ നേതൃത്വത്തിൽ, ഇ.ടി. മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിൽ, DMK-യുടെയും മറ്റ് സഖ്യകക്ഷികളുടെയും നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി രൂപീകരിച്ച് ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ ബഹുഭൂരിപക്ഷം എന്ന 3-2 ഭൂരിപക്ഷം ലഭിക്കാതെ 36 ആളുടെ ഭൂരിപക്ഷത്തിന് ഇന്ത്യയിൽ വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിരിക്കുകയാണ്. എന്നാൽ 3-2 ഭൂരിപക്ഷം ഉള്ളതുപോലെയാണ് നരേന്ദ്രമോദി ഇന്ത്യ പാർലമെന്റിൽ പെരുമാറുന്നത്. ഇപ്പോ കഴിഞ്ഞ കാലത്തൊക്കെ ചെയ്തതിൽ നിന്ന് വളരെ ഗൗരവമായ ഒരു വിഷയമാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഇന്ത്യയുടെ 2 പാർലമെന്റിൽ നടപ്പാക്കിയിട്ടുള്ള വഖഫ് ഭേദഗതി ബില്ല്. വഖഫ് എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ 20 കോടി മുസ്ലിമീങ്ങൾ അള്ളാഹുവിനെ ദാനം ചെയ്ത ഭൂമിയാണ്. പരലോകത്തെ മോക്ഷം ആഗ്രഹിച്ചുകൊണ്ട്, പരലോകത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി പരലോകത്ത് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി, പരലോകത്ത് കിട്ടുന്ന സ്വർഗത്തിന് വേണ്ടി മുസ്ലിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ കൊടുത്ത ഭൂമിക്കാണ് വഖഫ് ഭൂമി എന്ന് പറയുന്നത്. ആ ഭൂമി തരം മാറ്റുവാനോ ആ ഭൂമി വിൽക്കുവാനോ ഒന്നും നിയമം അനുവദിക്കുന്നില്ല. ഇസ്ലാമിക ശരീഅത്ത് അനുവദിക്കുന്നില്ല. ആ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കാൻ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് അനുവാദം തന്നിട്ടുണ്ട്. മുസ്ലിം ലീഗും പ്രതിഷേധം, കത്തട്ടങ്ങനെ കത്തട്ടെ, കത്തട്ടങ്ങനെ കത്തട്ടെ. പാർലമെന്റ് പാസാക്കിയ